പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന സൂചനകൾക്കിടെ അതിർത്തിയിൽ വ്യോമാഭ്യാസം നടത്താൻ ഇന്ത്യ നാളെയും മറ്റന്നാളും വ്യോമാഭ്യാസം നടത്താനാണ് തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജി സ്റ്റോർ ചേരുന്നു. ആന്റണി, ഒരു തിരിച്ചടിക്ക് തയ്യാറാവുകയാണ് ഇന്ത്യ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ, നിരന്തരം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിവിധ സൈനിക മേധാവികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിൽ നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിർത്തിയിൽ വ്യോമാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് വ്യോമാഭ്യാസം നടത്താനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ എല്ലാ പ്രധാനപ്പെട്ട വിമാനങ്ങളും ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഖോയി, റഫാൽ, അതുപോലെ തന്നെ മിഗ് അടക്കമുള്ള എല്ലാ വിമാനങ്ങളും ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കും. നാളെ മുതൽ 2 ദിവസമാണ് ഈ വ്യോമാഭ്യാസം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാളെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെയാണ് സംസ്ഥാനങ്ങൾക്ക് വ്യോമാക്രമണം നേരിടാനുള്ള അല്ലെങ്കിൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു സൈറൺ സ്ഥാപിക്കണം, അതുപോലെ തന്നെ മോക്ക് ഡ്രില്ലുകൾ നടത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയത്. ഇന്ന് നാളെയാണ് മോക്ക് ഡ്രില്ല് നടക്കുന്നത്. അത്തരത്തിൽ വിവിധ തലങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് വേണ്ടി രാജ്യം ഒരുങ്ങുമ്പോഴാണ് വ്യോമസേനയുടെ ശക്തി പ്രകടമാക്കുന്ന വ്യോമാഭ്യാസം നാളെ അതിർത്തിയിൽ തുടങ്ങാനിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഏതായാലും നാളെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഏതായാലും തിരിച്ചടി ഉടൻ തന്നെ എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ 2 ഭീകരരെ അടക്കം സൈന്യം പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കാശ്മീരിൽ നിന്ന്. അത്തരത്തിൽ ഒരു തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. UN-ൽ നിന്ന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യമൊക്കെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ വ്യോമാഭ്യാസം കൂടി നടത്താനായി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ വ്യോമാഭ്യാസം നിശ്ചയിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ മിഗ്, റഫാൽ, അതുപോലെ തന്നെ തുടങ്ങിയ എല്ലാ വിമാനങ്ങളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. ശരി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന സൂചനകൾക്കിടയിൽ അതിർത്തിയിൽ വ്യോമാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. നാളെയും മറ്റന്നാളും വ്യോമാഭ്യാസം നടത്താനാണ് തീരുമാനം. ആന്റണി ജി സ്റ്റോർജാണ് വിശദാംശങ്ങൾ നൽകിയത്.